എൻ്റെ മോൻ മരിക്കുന്നത് 10/6/2026 രാത്രി ഒരു 11:37 തോന്നുന്നു. കാരണം 11:37 നമ്മൾ കാണുന്നത് അവളുടെ വാട്സപ്പ് വീഡിയോ ഓണായിരിക്കുന്നത്. 11:42 അവൾ നമ്മളടുത്ത് വിളിച്ചിട്ട് പറയുന്നത് അവൻ്റെ റൂം വരെ ഒന്ന് പോവാനായിട്ട്. പക്ഷേ മോൻ ഒന്നുകിൽ എൻ്റെ റൂമിലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ റൂമിലായിരിക്കും കിടക്കുന്നത്. പക്ഷേ അന്ന് എൻ്റെ അമ്മയുടെ റൂമിലാണ് അവൻ പോയി കിടന്നത്. ആ സമയത്ത് 11:15 അവനൊരു ഫോൺ വന്ന്. ആ ഫോൺ ഒറ്റ ബെല്ലുപോലും കേൾക്കുന്നതിന് മുമ്പ് അവൻ എടുത്തിരിക്കുന്നു. പക്ഷേ ആ എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായതും ആ ചാറ്റ് കണ്ടതിന് ശേഷമാണ്. പക്ഷേ അവൻ വന്ന് എൻ്റെ അടുത്ത് ഹെഡ്സെറ്റ് ചോദിച്ചു. അപ്പം ഹെഡ്സെറ്റ് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇല്ല. അപ്പം തിരിച്ച് അവൻ ബാഗൊക്കെ നോക്കി നാളെ ഹോസ്പിറ്റലിൽ പോകണമല്ലേ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ലൈസൻസ് തന്നാൽ നാളെ എംപ്ലോയ്മെൻറ്റിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ തന്നിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് നാളെ തരാം. ഇതെല്ലാം പറഞ്ഞിട്ട് അവൻ വീണ്ടും അമ്മയുടെ റൂമിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഏകദേശം ഒരു 11:42 ആയപ്പോഴത്തേക്കാണ് ഒരു ഫോൺ കോൾ വന്ന് എൻ്റെ അമ്മയുടെ ഫോണിലോട്ട് വന്നിട്ട് പറഞ്ഞത് അവൻ്റെ റൂം വരെ ഒന്ന് പോവാൻ പറഞ്ഞു. പക്ഷേ കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ അമ്മ എണീച്ച് വന്ന്. അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു എൻ്റെ റൂമിലുണ്ടായിരിക്കും അവനെന്ന്. അവൻ അമ്മ എണീച്ച് ഫ്രണ്ടിലോട്ട് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഫോൺ എടുത്തേ. അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് അവൻ്റെ റൂം വരെ ഒന്ന് പോവാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താ കാര്യമെന്ന് വെച്ച്. ഞാൻ ചോദിച്ചു അവൻ്റെ റൂമില്ല, എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞു. അല്ല അവൻ്റെ റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ഫോൺ അവിടെ ഇട്ടിട്ട് ഇപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് അവൻ ദാ ഇവിടെ റൂമിൽ കതവടച്ച് നിൽക്കുവാണെന്ന്. ആ ടൈം നമ്മൾ ടോർച്ച് എടുത്ത് പുറത്തുകൂടെ ഇറങ്ങി ചെന്ന് നോക്കിയ സമയത്തിലാണ് മോൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത്. നമ്മളെ കൊണ്ട് ചവിട്ടി തുറക്കാനൊന്നും പറ്റിയില്ല. എന്നാലും മാക്സിമം നമ്മൾ ശ്രമിച്ചു. വഴിയെ പോയ ഒരാളും കൂടി വന്നാണ് ചവിട്ടി തുറന്ന് എൻ്റെ മോനെ നമ്മൾ ഇതാക്കിയത്. എന്നിട്ട് നെഞ്ചിലിങ്ങനെ അമർത്തിയപ്പോൾ മോൻ ഇങ്ങനെ ഒരുമാതിരി ചിരിച്ചണക്കായി. പിന്നെ ഞാൻ തന്നെ ശ്വാസമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് ഒരുമാതിരി സൗണ്ടാണ് അവൻ്റെ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പിന്നെ വന്നവരെല്ലാവരും കൂടി ചേർന്ന് വണ്ടിയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ സമയം അവൻ്റെ റൂമിൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുറേ നേരം കഴിഞ്ഞപ്പോഴും അവൻ ഈ ഫോൺ ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേ അതിലിങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഇത് ഓണായിരുന്നു ഇതാക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആ ഫോണിൽ വിളിച്ചപ്പോൾ ആ പെൺകുട്ടി ഫോൺ എടുത്തിട്ട് പറഞ്ഞ് അവൻ എന്ത് പറ്റിയെന്ന് പറയാൻ പറഞ്ഞു. നേരെ അവൾ പോയതും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോയത്. പോയിട്ട് അവളുടെ അച്ഛനെ കൊണ്ട് ആംബുലൻസിലെ ഡ്രൈവറിനെ വിളിപ്പിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങളുടെ മോള് കാരണം ഒരു ആൺകുട്ടിയുടെ ജീവൻ അങ്ങ് പോയി. അപ്പോഴേ അവൾ ആ ദിവസം തന്നെ അവിടെ നിന്ന് പോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവരുടെ വീട്ടിൽ അവരാരും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കല്ലമ്പലം സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. കാരണം പോലീസ് ഒന്ന് വീട്ടിൽ വരെയാവട്ടെ ഒന്ന് അന്വേഷിക്കാവട്ടെ ഒന്നും ചെയ്തില്ല. ഇതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റേഷനിൽ ചെന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പരാതി എഴുതി ഞാൻ കൊടുത്ത സമയത്ത് ആ പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത്ര വർഷം സ്നേഹിച്ചവരിൽ ആ പെൺകുട്ടി പറഞ്ഞു അവനോട് ചാവാൻ പറഞ്ഞു. അവൻ ചത്തു. ഇനി എന്ത് ആക്ഷൻ നമ്മൾ എടുക്കണം? ഒരാക്ഷനും ഒരു പെൺകുട്ടിക്കെതിരെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പെണ്ണ് എന്ത് കാണിച്ചിട്ട് വന്നാലും ഒരു പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു നാളെ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് വന്നാലും നിങ്ങൾ ഇത് തന്നെ ആയിരിക്കണം പറയേണ്ടതെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് അവർ വീട്ടിൽ വന്ന് ആ ഫാനിൻ്റെ ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാം അഴിച്ചെടുത്തുകൊണ്ട് പോയത്. പക്ഷേ ഇത്രയും തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്. ആ ടൈം ആ മോനെ ഒരു 11:15 അവൾ വിളിച്ചിരിക്കുന്നത്. ആ ഫോൺ എടുത്തെന്ന് പോലും നമുക്ക് മനസ്സിലായത് അവൻ്റെ ആ ചാറ്റും കാര്യങ്ങളും കണ്ടപ്പോഴാണ്. അപ്പോഴും നീ എവിടെ പോയടാ, നീ എന്നെ ചേർത്ത് പച്ച ചീത്തയാണ് വിളിച്ചിരിക്കുന്നത്, പച്ച ചീത്ത. അതവൻ്റെ മെസ്സേജ് കാണുമ്പോൾ അറിയാം. അതുപോലും പോലീസ് വാങ്ങിച്ച് നോക്കാനായിട്ട് ഒരിത് കാണിച്ചില്ല എൻ്റെ അടുത്തൊന്നും. ഒരു പോലീസ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലുന്നതുകൊണ്ട് ഒരു പോലീസ് മാത്രം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിച്ചായിരുന്നു. പിന്നെ ഒരു പോലീസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവളെ വിളിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വിളിക്കണം, എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവരെന്നെ വിളിച്ചില്ല. പിന്നെ എൻ്റെ മോൻ്റെ ഫോൺ അതെനിക്ക് ഇന്നലെ തിരിച്ചു തന്നു. ഇത്രയും തെളിവുണ്ടായിട്ടും അവർ ഇതേവരേക്കും ഒന്നും ചെയ്തില്ല. അപ്പോൾ ഒരു പെൺകുട്ടി ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നേരെ തിരിച്ച് ഞാൻ അവരോട് ചോദിച്ചു എൻ്റെ മോനാണ് ഇങ്ങനെ കാരണം അവൾ സംഭവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഞാനടക്കം ഇന്ന് എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചു. അപ്പോഴും അവർ ഒന്നും മിണ്ടില്ല. എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു
ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉൾപ്പെടെ ഒരു നിലയും വിലയില്ലേ സാറേ എന്ന് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു. എന്നിട്ടും അവരൊന്നും മിണ്ടിയില്ല. അവർ ചെല്ലുമ്പോൾ മൊത്തം കുഴപ്പമില്ല, നമ്മൾ അന്വേഷിക്കും, ഒരു പെൺകുട്ടിയെ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ എൻ്റെ കൊച്ചിനെ അത്രയും ടോർച്ചർ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും അവൻ അവിടെ നിൽക്കുന്നത് എന്തിനു എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അവൻ മാത്രമേ ഉള്ളൂ നമുക്കൊരു ആശ്രയമായിട്ട്. അപ്പോൾ അതിന് തന്നെ കൊച്ചിനെ ഒരുപാട് ചീത്തയാണ് വിളിക്കുന്നത്, വേറെ ഒന്നുമല്ല. പച്ചത്തെറിയ ആ കുട്ടിയെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എന്നെ ചീത്ത വിളിക്കല്ലേ എന്ന് അവൻ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുന്നില്ല. ഒന്ന് പറഞ്ഞ് ഫോൺ എടുക്കണം, ഫുൾ ടൈം അവൻ ഫോൺ എടുക്കണം. ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ആ പരിസരത്ത് എവിടെയെങ്കിലും വരികയോ വീട്ടിൽ കയറി വരികയോ ഒക്കെ ചെയ്യും. ഇപ്പോഴെല്ലാം അറിയുന്നത് ഒരു പ്രാവശ്യം വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിൽ മോളും മോനും എല്ലാവരും ഇരിക്കുകയാണ്, അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് പുറത്ത് വെച്ച് അടിച്ചെന്ന്. പക്ഷേ അവൾ എന്ത് കാണിച്ചാലും അവൻ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവളെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കും, ഞാനിപ്പോൾ ചാവും, ഫോണൊന്നും എടുക്കാൻ ലേറ്റായാൽ ഞാനിപ്പോൾ ചാവും, കുറേ ഗുളിയൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലരും ഇവൻ ഫോൺ എടുത്ത് എറിയും, അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളും ഉണ്ടായി. ഇവൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് ഒന്നുകിൽ അവൻ്റെ മിസ്സാണെന്ന് പറയും. ഇവൻ SSC പഠിക്കുവാണ്, അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഡ്രൈവർ ജോലിക്കും പോകുന്നത്. അപ്പോൾ ഒന്നുകിൽ അവൻ്റെ മിസ്സാണെന്ന് പറയും, അതല്ലാന്നുണ്ടെങ്കിൽ വണ്ടി ഓട്ടത്തിൻ്റെ കാര്യം പറഞ്ഞാണ് അവർ വിളിക്കുന്നത്. പക്ഷേ ആ സമയത്തും നമ്മൾ ഫോൺ എടുക്കുമ്പോൾ അത്രയും റേസായിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ ആരും അവൻ്റെ ഫോൺ എടുക്കാൻ എന്നും ചോദിച്ചാണ് അവൾ നമ്മൾ ഇതാക്കുന്നത്. ആ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, കുറച്ച് ദിവസം കൊണ്ട് ഇതേണക്ക് ഫോൺ വരുന്നുണ്ട്, പക്ഷേ ഇതാരാണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ അടിച്ച് നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയുടെ പേരാണ് കാണിച്ചത്. ഞാൻ തിരിച്ച് വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് അവൾ അച്ഛനെയും അമ്മേനെയും എല്ലാവരെയും കൊണ്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഇപ്പം അങ്ങനെ ഒരു റിലേഷൻ പോലും ഇല്ല, വെറുതെ ഒരുപാട് നാളായി കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടോ വിളിച്ചിട്ടോ അതുകൊണ്ട് മാത്രമാണ് വന്നത്, ഞാൻ വിളിച്ചത് എന്നാണ് പറഞ്ഞത്. ഇനി മേലിൽ വിളിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് വിശ്വസിച്ചു. ഒരു പെൺകുട്ടി സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ട് നമ്മളൊന്നും നമ്മുടെ അച്ഛനമ്മമാരെ കൊണ്ട് കള്ളസത്യം ചെയ്യത്തില്ല. പിന്നും ഇപ്പം ഇവൻ മരിക്കുന്നതിന് തന്നെ ഒരു 3 ആഴ്ച മുമ്പ് എനിക്കറിയാം, ഞാനൊരു 2 ആഴ്ചക്കാലം ഹോസ്പിറ്റലിലാണ്. ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈം പോലും അവൻ്റെ ഫോൺ ഫുൾ ബിസിയാണ്. നമ്മൾ വിളിച്ചാൽ പോലും അവന് ഫോൺ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം നമ്മൾ വിളിക്കുമ്പോൾ അപ്പോഴും ഞാൻ ചോദിക്കും, എന്താ ഇത്രയും ബിസി ആവുന്ന കാര്യം? അപ്പോഴൊക്കെ ഇതാണ് ബിസി. പിന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു അതെല്ലാം അവൾക്ക് അപ്പോൾ തന്നെ എന്തോ ഒരു സംഭവം വീഡിയോ കണക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. പക്ഷേ ഭയങ്കരമായിട്ട് എൻ്റെ കൊച്ചിനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവൻ്റെ നിന്ന് പൈസ ആയിട്ട് അങ്ങനെയും കുറേ സംഭവങ്ങൾ ആ കുട്ടി പറ്റിയിട്ടുണ്ട്. കാരണം ലാസ്റ്റ് നിമിഷങ്ങളിലൊന്നും അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. അവനാണ് നമ്മുടെ ഏക ഒരാശ്രയം. പക്ഷേ എന്താ പറയുക, ഞാൻ പോലീസിനോടും പറഞ്ഞു, ഇന്ന് എൻ്റെ മോന് പറ്റിയ കണക്ക് നാളെ ഒരാൺകുട്ടിക്കും പറ്റരുതെന്ന്. കാരണം അവളെ പോലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ മോൻ ബലിയാടായതുപോലെ തന്നെ നാളെ മറ്റൊരാൺകുട്ടിയും ഇതുപോലാവും. പക്ഷേ ഒരിക്കലും ഒരാണിന് നീതി കിട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെന്നാ ഇത്? ഇങ്ങനെയാണോ ലോകം? പക്ഷേ അത്രയും തെളിവുകളുണ്ട്. അവൾ ഇതിന് മുമ്പ് ആ സമയത്ത് പോലും അവളുടെ കയ്യിൽ അവൻ ചെയ്യുന്ന ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ അവൾ എത്ര ധൈര്യമുള്ളവളാണ്. ഇതിന് മുമ്പും ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയും. എന്നിട്ടെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചറിയിച്ചുകൂടായിരുന്നു. അവൾ ആരെയും അറിയിച്ചിട്ടില്ല. അവളുടെ ഇപ്പം ഫ്രണ്ട്സുമായിട്ട് പോയാലും ആ ഫ്രണ്ട്സിനെ വിളിച്ചവൾ ചീത്ത വിളിക്കുന്നുണ്ട്. ഈ മോളെ പോലും ഒത്തിരി തവണ ചീത്ത വിളിച്ചു. മോളും കൂടെ ജസ്റ്റ് പറയാമോ?